ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ മോനെ പോലെയല്ല, മോനായിട്ട് തന്നെയാ സ്നേഹിച്ചതും കൂടെ നിർത്തിയതും. എന്റെ വിഷ്ണുവിനേക്കാൾ കാര്യമായിരുന്നല്ലേ എനിക്ക് നിന്നോട്. എന്നിട്ട് നിനക്ക് എങ്ങനെയാടാ എന്നെ ചതിക്കാൻ തോന്നിയത്? സത്യമേ, ഞാൻ അങ്ങനെ നീ എന്നെ വിളിച്ചേക്കരുത്. ആ വിളി കേട്ടിരുന്ന സത്യഭാമ അന്ന് മരിച്ചതാ. നീയും നിന്റെ കൂട്ടാളികളും കൂടെ ചേർന്ന് ഇറക്കി വിട്ടില്ലേ? ഹൃദയം തകർന്ന ഒരവസ്ഥയിൽ കൂടും കൊടുക്കെടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയില്ലേ അന്ന് നീ വിളിക്കുന്ന ആ സത്യഭാമയെ അവിടെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടാടാ ഞാൻ ആ പടി ഇറങ്ങിയത്. പിന്നെ എന്നെങ്കിലും കാണുമ്പോ നിനക്ക് തരാൻ ഞാനൊരു സമ്മാനം കരുതിയിരുന്നു. നീ ചെയ്തതിനും ചെയ്യിപ്പിച്ചതിനും ഒക്കെ പകരമായിട്ട് ഒരു സമ്മാനം. ഏതായാലും നീ വന്ന സ്ഥിതിക്ക് അത് ഞാൻ നിനക്കങ്ങ് തന്നേക്കാം. ഇല്ലെങ്കിലേ എനിക്കിന്ന് കിടന്ന് ഉറക്കം വരില്ല. ഇതെന്തിനാണെന്നറിയോ? നിന്നെ മോനെ പോലെ സ്നേഹിച്ച് ഇപ്പോഴും സ്നേഹിക്കുന്ന ഈ മനുഷ്യന്റെ വിയർപ്പിൽ കെട്ടിപ്പൊക്കി ആ വീട്ടിൽ നീ കള്ളച്ചാരായി വിറ്റില്ലേ? അവിടെ നീ ബാറാക്കിയില്ലേ? അതിനുള്ള ശിക്ഷയാ. ഇനിയും നീ നിന്നെ ഞാൻ ഇനിയും തല്ലും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ കൺമുമ്പിൽ ഇത് പോ. ഇവനെ വിളിച്ചോണ്ട് ഇറങ്ങി പോടി. ഇവന്റെ മുഖം കണ്ട് എനിക്ക് ഭ്രാന്താകും. സത്യമേ, ക്ഷമിക്കണമെന്ന് പറയാനുള്ള അവകാശം പോലും എനിക്കില്ലെന്നറിയാം. അതിന് മാത്രമുള്ള തെറ്റ ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ആ തെറ്റുകളെല്ലാം തിരുത്തണമെന്നുണ്ട്. അതിന് സത്യം എന്നെ സഹായിക്കണം. ആയ കാലത്തെ എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ സഹായിച്ച കൂട്ടത്തില പത്മാവതി പറഞ്ഞിട്ട് അവരുടെ മോനെ സ്വന്തം മോനെ പോലെ എന്റെ കൂട്ടത്തിൽ കൂട്ടിയത്. പക്ഷേ അത് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിരുന്നു. എത്ര ജന്മം കഴിഞ്ഞാലും നീ തന്ന വേദനയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാവില്ല. കാരണം അത്രയധികം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. ക്ഷമിക്കണം, ഇനി എന്നെ ക്രൂശിക്കല്ല സത്യമ്മ. ഞാൻ ഇരിക്കുന്ന ഇരിപ്പില് എന്റെ ഹൃദയം പൊട്ടി മരിച്ചു പോവും. നമ്മുടെ വീട് ഇപ്പോഴും എന്റെ പേരില്ല. ചതിയിലൂടെയാ അവരത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തെങ്കിൽ അതേ ചതിയിലൂടെ തന്നെ ഞാൻ എന്റെ പേരിലേക്ക് അത് എത്തിച്ചിരിക്കുക. ഞാനിപ്പോ വന്നത് ആ വീട്ടിലേക്ക് അച്ഛനെ അമ്മയെ ക്ഷണിക്കാനാ. ആ വീട്ടിൽ താമസിക്കേണ്ടത് ഞാനും ശ്യാമിയൊന്നുമല്ല, സത്യാമ്മയും അച്ഛനുമാ. നിങ്ങളാ അവിടുത്തെ തറവാട്ട് കാരണവര്. ഞങ്ങൾ മക്കൾക്ക് അങ്ങനെ കഴിയുന്നത് കാണാനാ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എന്റെ ആത്മാവിനെ ഇല്ലാതാക്കിയിട്ട. ഇനി തിരിച്ചു ഞാൻ അവിടേക്കില്ല. സത്യാമ്മ, പിന്നെ രാഘവേട്ടൻ വരുന്നെങ്കിൽ നീ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. മേലിൽ എന്റെ കൺമുമ്പിൽ കണ്ടുപോയേക്കരുത് നിന്നെ. വിളിച്ചോണ്ട് പോടി ഈ ചതിയനെ ഇവിടുന്ന്. സത്യമേ, സത്യാമ്മ, ഇറങ്ങി പോടാ.